നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവാവ് പിടിയിൽ. പുനലൂർ കക്കോട് സ്വദേശി ഷംനാദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 0.95 ഗ്രാം MDMA പിടിച്ചെടുത്തു. കാറിൽ ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമം. തമിഴ്നാട് സ്വദേശികൾ പുനലൂരിൽ പിടിയിൽ. കാറിൽ എത്തിയ സംഘം 3000 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടുകയായിരുന്നു. ദേശീയപാതയോരത്ത് മരം വീണ് ഗതാഗത തടസ്സം പതിവ്. കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിനും ചീരങ്കാവിനും മധ്യേ തേക്കുമരം കടപുഴകി. താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ച സംഭവം. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് CPM BJP പ്രതിഷേധം. കർഷകന്റെ മരണത്തിന് ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. വിശദമായ വാർത്തകളിലേക്ക്. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവാവ് പിടിയിൽ. പുനലൂർ കക്കോട് സ്വദേശി ഷംനാദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 0.95 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. പുനലൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMAയുമായി യുവാവ് പിടിയിലായി. പുനലൂർ കക്കോട് ആദം മൺസിലിൽ ഷംനാദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 0.95 ഗ്രാം MDMAയാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 സംഭവം. പുനലൂർ താഴേക്കടവാതിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഷംനാദ് പിടിയിലാകുന്നത്. സ്കൂട്ടറിലെത്തിയ ഷംനാദിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ പുനലൂർ SI സനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും MDMA കണ്ടെടുത്തത്. തുടർന്ന് ഷംനാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. സമാനമായ നിരവധി കേസുകളിൽ ഷംനാദ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാറിൽ ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘം പിടിയിൽ. തമിഴ്നാട് സ്വദേശികളാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. പുനലൂർ ചെമ്മന്തൂരിലുള്ള പെട്രോൾ പമ്പിലേക്ക് കാറിലെത്തിയ സംഘം 3000 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം ജീവനക്കാരി പണം ചോദിച്ചതോടെ പണം നൽകാതെ രക്ഷപ്പെടുകയായിരുന്നു. പുനലൂരിൽ കാറിൽ ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികൾ പുനലൂർ പോലീസിന്റെ പിടിയിലായി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പുനലൂർ ചെമ്മന്തൂരിലുള്ള പെട്രോൾ പമ്പിലേക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറിലുള്ള എൻഡവർ കാറിലെത്തിയ സംഘം പെട്രോൾ പമ്പ് ജീവനക്കാരി ഷിബിയോട് 3000 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ധനം പൂർണ്ണമായും നിറച്ചെന്ന് ഉറപ്പുവരുത്തിയ തട്ടിപ്പുകാർ ജീവനക്കാരി പണം ചോദിച്ചതോടെ പണം നൽകാതെ അമിത വേഗതയിൽ വാഹനമെടുത്ത് തെങ്കാശി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇത് കണ്ട് ജീവനക്കാരി ബഹളം വെച്ചെങ്കിലും തട്ടിപ്പുകാർ വാഹനം നിർത്തിയില്ല. എന്നാൽ ഈ സമയം പെട്രോൾ പമ്പ് ജീവനക്കാരിയായ ഷീബ വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കി ഉടൻ തന്നെ പുനലൂർ പോലീസിനെ വിവരം അറിയിച്ചു. 3000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് അടിച്ചു തീർന്ന് അപ്പോഴേ വണ്ടി എടുത്തോണ്ട് പോയി. ഇല്ല ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോഴേ ഞാൻ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് അപ്പോഴേ സാറിനെ വിളിച്ച് പറഞ്ഞു. തുടർന്ന് പുനലൂർ TV ജംഗ്ഷനിൽ വെച്ച് തട്ടിപ്പുകാരെ പോലീസ് പിടികൂടുകയായിരുന്നു. സമാന രീതിയിൽ നിരവധി തട്ടിപ്പ് കേസുകൾ സംസ്ഥാനത്ത് ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പെട്രോൾ പമ്പ് ഉടമകളും ജീവനക്കാരും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ നടപ്പാക്കുന്ന റോഡ് വികസന പദ്ധതിയിൽ ചർച്ച ചെയ്യുന്നതിനായി NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ യോഗം ചേർന്നു. ദേശീയപാത 744-ൽ 21 കിലോമീറ്റർ ദൂരത്തിൽ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കാൻ 3740 കോടി രൂപ അടങ്കൽ തുകയ്ക്കുള്ള പദ്ധതിക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അലൈൻമെന്റ് അപ്രൂവ്മെന്റ് കമ്മിറ്റി അനുമതി നൽകി.
വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം, റെയിൽവേ എന്നിവരുടെ സംയുക്ത സ്ഥലപരിശോധന നടത്തുമെന്നും MP അറിയിച്ചു. പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ നടപ്പാക്കുന്ന റോഡ് വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ദേശീയപാത 744 ഗ്രീൻഫീൽഡ് ഹൈവേ നടപടികൾ ത്വരിതപ്പെടുത്തുമെന്നും ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി ചർച്ച നടത്തിയെന്നും NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. 4 പ്രപ്പോസൽസ് ആണ് അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ ഞങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്തത്. അങ്ങനെ പ്രസന്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് 5ാമതൊരു പ്രപ്പോസൽ അവിടെ രൂപം കൊണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം അതിലെടുത്തിട്ടുള്ള എഫർട്ട്. കാരണം ഇവിടുത്തെ ഈ എത്രയാണ് 112 KB ലൈൻ, ഈ വലിയ KB ലൈൻ അത് ക്രോസിങ് ഒഴിവാക്കണം, റെയിൽവേ ലെവൽ ക്രോസ് ഒഴിവാക്കണം, അതുപോലെ മറ്റു വനപ്രദേശങ്ങൾ കാരണം എൻവയോൺമെന്റൽ സാങ്ഷൻ കിട്ടാൻ, വൈൽഡ് ലൈഫിന്റെ സാങ്ഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് 4 അലൈൻമെന്റിൽ നിന്ന് വ്യത്യസ്തമായി 5ാമതൊരു അലൈൻമെന്റാണ് ഞങ്ങൾ അംഗീകരിച്ചത്, ഞങ്ങൾ പ്രപ്പോസ് ചെയ്തത്. ആ 5ാമത്തെ അലൈൻമെന്റ് ആണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇപ്പോൾ NHAI സമർപ്പിച്ചിട്ടുള്ളതും ആ 5ാമത്തെ അലൈൻമെന്റ് ആണ്. ആര്യൻകാവ് മുതൽ ഇടമൺ വരെയുള്ള ദേശീയപാത 744ന്റെ പാക്കേജ് 1-ന് 21 കിലോമീറ്റർ ദൂരത്തിൽ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കാൻ 3740 കോടി രൂപ അടങ്കൽ തുകയ്ക്കുള്ള പദ്ധതിക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അലൈൻമെന്റ് അപ്രൂവൽ കമ്മിറ്റി അനുമതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പുനലൂർ പട്ടണത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി സമർപ്പിച്ചിട്ടുള്ള പുനലൂർ നാഷണൽ ഹൈവേ ബൈപ്പാസ് കേന്ദ്ര സർക്കാർ 2025-26 ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ വാർഷിക പ്ലാനിൽ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നു. പുനലൂർ ബൈപ്പാസിന് അംഗീകാരം ലഭിക്കുന്നതിനായി നിരന്തരമായ തുടർ പ്രവർത്തനങ്ങൾ MP എന്ന നിലയിൽ നടത്തിവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഈ അലൈൻമെന്റ് അപ്രൂവൽ കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അലൈൻമെന്റ് അപ്രൂവൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തതിന് ശേഷം ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം. ഇതിന് വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ആ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് PPPAC എന്ന് പറഞ്ഞാൽ PPPAC, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അപ്രൈസൽ കമ്മിറ്റി. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അപ്രൈസൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ PPPAC കമ്മിറ്റി ഇത് അംഗീകരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ബോർഡോ അതല്ലെങ്കിൽ ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഇത് അപ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് മന്ത്രാലയത്തിൽ ചെല്ലണം. അത് കഴിഞ്ഞ് മന്ത്രിതലത്തിലുള്ള അംഗീകാരം കിട്ടണം. അപ്പോഴാണ് ഇതിന് അന്തിമമായ അംഗീകാരം ലഭിക്കുന്നത്. ഇപ്പൊ പ്രാഥമികമായി 2025-26 ധനവർഷത്തെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം, റെയിൽവേ എന്നിവയുടെ സംയുക്ത സ്ഥലപരിശോധന നടത്തും. റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ ദേശീയപാത അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം നിർമ്മാണം നടത്തുന്ന സാഹചര്യത്തിലാണ് സംയുക്ത പരിശോധന അനിവാര്യമായത്. 3 ഏജൻസികളും പരസ്പരം സഹകരിച്ച് നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനമാണിതെന്നും MP പറഞ്ഞു. വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കാൻ 3,57,56,653 രൂപ അനുവദിച്ചിട്ടുണ്ട്. ദേശീയപാത 744 ഗതാഗത കുരുക്കിന് കാരണമായി കുപ്പിക്കഴുകത്ത് പോലെ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വാളക്കോട് പാലം നിരന്തരമായ അപകടങ്ങൾക്ക് കാരണമായ സാഹചര്യത്തിലാണ് വിഷയം ദേശീയപാത അതോറിറ്റിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തുക അനുവദിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത അതോറിറ്റി വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന് അനുമതി നൽകി പണം ഡെപ്പോസിറ്റ് ചെയ്യുവാൻ ഉത്തരവായ സാഹചര്യത്തിൽ പദ്ധതി നിർവഹണം ഏറ്റെടുത്ത് നടപ്പാക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം സത്വര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ച സംഭവം. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. CPMന്റെ നേതൃത്വത്തിൽ ജനകീയ ഉപരോധ സമരം സംഘടിപ്പിച്ചു. BJP ചാരുമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. താമരക്കുളത്ത് പന്നിക്ക് വെച്ച കെണിയിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ച സംഭവം പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CPM ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഉപരോധ സമരം സംഘടിപ്പിച്ചു. P. രാജൻ, പ്രശാന്ത്, ഗീത, R. ബിനു, സലീം, സലാം, ബിന്ദു, ശാന്തി, പ്രകാശ്, DYFI ഏരിയ സെക്രട്ടറി അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഏരിയ സെക്രട്ടറി ബി ബിനു ഉദ്ഘാടനം ചെയ്തു. ഈ കാര്യത്തിൽ കോൺഗ്രസും BJPയും ചേർന്ന് ഭരണം നടത്തുന്ന താമരക്കുളം പഞ്ചായത്തിന് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. ആ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് ആരെങ്കിലും ചില സമരപ്രഹസനങ്ങൾ നടത്തി രക്ഷപ്പെട്ട് കളയാം എന്നാരും കരുതരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചില BJP വളരെ തട്ടിക്കൂട്ട് സമരം നടത്തുകയുണ്ടായി. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു ഓടാനും ഒഴിഞ്ഞു മാറുവാനുമുള്ള ഒരു വ്യഗ്രതയുടെ ഭാഗമായിട്ടാണ്. പന്നിക്കണി മരണം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. BJP ചാരുമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ആ പന്നികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള സർക്കാരിന്. ഇതേ ഒരു നിലപാട് തന്നെ ഇവിടെ പഞ്ചായത്ത് ഭരണകൂടവും എടുത്ത് ആ പഞ്ചായത്ത് മരണപ്പെട്ട കർഷകന് സംസ്ഥാന സർക്കാർ 25 ലക്ഷവും പഞ്ചായത്ത് ഭരണസമിതി 10 ലക്ഷവും നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പന്നിശല്യം നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും പഞ്ചായത്ത് കൈക്കൊള്ളാത്തതാണ് കർഷകന്റെ ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നും BJP ആരോപിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെയും ഉപരോധിച്ചു. ആലപ്പുഴ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K സഞ്ജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം, അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട്, സന്തോഷ് ചത്തിയാറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ച സംഭവം. കർഷകന്റെ മരണത്തിന് ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു. അനധികൃതമായി വൈദ്യുതി വലിച്ചതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിനല്ലെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം താമരക്കുളത്ത് പച്ചക്കാടിന് സമീപം കിഴക്കേ മുറിയിൽ കൊടുവര വയലിൽ പന്നിക്കിണിയിൽപ്പെട്ട് മരണമടഞ്ഞ ശിവൻകുട്ടിപ്പിള്ളയുടെ മരണത്തിന് ഉത്തരവാദികൾ ഗ്രാമപഞ്ചായത്ത് ഭരണകൂടമാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അനധികൃതമായി ഇലക്ട്രിക് ലൈൻ വലിച്ചതിന്റെ ഉത്തരവാദിത്തം വൈദ്യുതി വകുപ്പിനും വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് സംരക്ഷണം ഉറപ്പാക്കാത്തത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥയാണെന്നും ഇവർ ആരോപിച്ചു. പിന്മാറാൻ പറ്റത്തില്ല. വൈദ്യുതി എവിടെ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനുഷ്യനെ മരണക്കെണിയിലേക്കായാലും KSCBക്കും പങ്കുണ്ട്. കൃഷി വകുപ്പും വനം വകുപ്പും ചേർന്ന് നടത്തേണ്ട ഈ വന്യമൃഗ പ്രതിരോധം ഗ്രാമപഞ്ചായത്തുകളെ ഏൽപ്പിച്ചത് സംസ്ഥാന സർക്കാർ ഒളിച്ചോടുന്നതിന് തുല്യമാണെന്നും ഇവർ ആരോപിച്ചു. ഗവൺമെന്റ് പ്രത്യേകം കൃഷി വകുപ്പോ വനം വകുപ്പോ വല്ലതും ഈ കാട്ടുപന്നി നശിപ്പിക്കുന്നതിന് വേണ്ടി 1 രൂപ അധികമായി പഞ്ചായത്തിന് ബഡ്ജറ്റ് വിഹിതം തരുന്നുണ്ടോ? ഇല്ല. പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ കൃഷി വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ഉത്തരവാദിത്വം എന്ത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. ഇത്രമാത്രം വ്യാപകമായി കൃഷി നശിപ്പിച്ചപ്പോഴും ഈ കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണ് കൃഷി വകുപ്പും വനം വകുപ്പും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നാളത്തെ ഇവരുടെ ഈ ഹർത്താലും ഒക്കെ ഉണ്ടല്ലോ, അത് വെറും രാഷ്ട്രീയ നാടകമാണ്. അതിലെ ജനം അതിനെ തന്നെ പുച്ഛത്തോടെ തള്ളും. പഞ്ചായത്തിന് ഇതിനു വേണ്ട യാതൊരുവിധ ഫണ്ടുകളും ഇല്ലെങ്കിലും താമരക്കുളം പഞ്ചായത്തെ സംബന്ധിച്ച് പല പ്രാവശ്യമായി 16 പന്നികളെ ഷൂട്ടർമാരെ വിളിച്ചു വരുത്തി വെടിവെച്ചു കൊല്ലാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ബൈ ചാൻസിൽ പോയ 1-2 എണ്ണത്തിലേക്ക് കിട്ടും, ബാക്കി 100 കണക്കിന് പന്നികൾ ഓടിപ്പോകുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ താമരക്കുളത്ത് തന്നെയാണ് ചിത്രം വീഡിയോ സഹിതം പലയിടത്തും വന്നിട്ടുള്ളതാണ്. ശ്രീ S ജമാൽ കാര്യത്തിൽ ആ വീഡിയോ എടുത്ത് ഒരുപാട് വീഡിയോകൾ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം 16 പന്നികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി നമ്മൾ ചത്തിയറ വെച്ച് വീണ്ടും ഒരു പന്നിയെ വെടിവെച്ച് കൊന്നു. പച്ചക്കാട്ടിൽ വെച്ചൊരു പന്നിയെ വെടിവെച്ച് കൊന്നു. അത്തരത്തിൽ പരമാവധി പന്നിയെ വെടിവെച്ച് കൊല്ലാൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സംഭവം നടന്ന വാർഡ് കാർഷിക മേഖലയാണെന്നും അവിടുത്തെ പഞ്ചായത്ത് അംഗത്തിന് ഇതേക്കുറിച്ച് അറിയാമെങ്കിലും ഒരു പ്രാവശ്യം പോലും ഷൂട്ടറുടെ സേവനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തീർത്തും അങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിന് ഉദാസീനത വരുത്തിയത് അവിടുത്തെ BJPയുടെ മെമ്പർ തന്നെയാണ്. അവരൊരു പക്ഷേ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും ഇത്. ഒരു പഞ്ചായത്ത് പ്രതിനിധിക്ക് ഒരു പക്ഷേ ഒരു
80% കാര്യം അവാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ പച്ചക്കാട് പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഇതാണ്, പച്ചക്കാട് പുത്തൻചന്ത വാർഡുകളിൽ കർഷകർ ധാരാളമുള്ള മേഖലയാണ്. അവിടെ ഇത് വ്യാപകമായി ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊക്കെ പലർക്കും പങ്കുണ്ട്. ഒരു സംഭവം കിട്ടിയപ്പോൾ അതിനെ ഒരു ആയുധമാക്കാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു, വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PB ഹരികുമാർ, ടി മൻമഥൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ജീവിത സാഹചര്യങ്ങൾ കാരണം തൊഴിൽ മുറിഞ്ഞുപോയവരുടെ വീണ്ടെടുപ്പിനുകൂടി സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ആദരവായ മെറിറ്റ് അവാർഡ് വിതരണം പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിലെ ഉയർന്ന മാർക്ക് നേടിയ 1600ഓളം വിദ്യാർത്ഥികൾ ആദരവേറ്റുവാങ്ങി. സോഹോ കോർപ്പറേഷന്റെ സഹകരണത്തോടെ നെടുവത്തൂരിൽ ആരംഭിക്കുന്ന IT പാർക്ക് പ്രവർത്തനങ്ങൾക്ക് ജൂലൈയിൽ തുടക്കമാകും. കൊട്ടാരക്കര മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും ഉയർന്ന ശതമാനവും ലഭിച്ച ജില്ലയും കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയാണ് എന്നുള്ളതാണ് സർക്കാർ കണക്കുകൾ. അതുകൊണ്ട് നമ്മളിവരെ അഭിനന്ദിക്കുന്നതിന് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ കേരളത്തിന്റെ ഭാവിയാണ്, രാജ്യത്തിന്റെ ഭാവിയാണ് എന്ന് പറഞ്ഞാണ് അവരെ അഭിനന്ദിക്കുന്നത്. ആദ്യം ഇവിടെ നിന്ന് ഇപ്പോൾ 4 വർഷമായി ഞാനിവിടെ MLA ആയിട്ട് ആദ്യ ഘട്ടത്തിൽ നമ്മളിവിടെ അഭിനന്ദിച്ച് ഇവിടുന്ന് നമ്മളെല്ലാം കൂടി അംഗീകാരം കൊടുത്ത കുട്ടികൾ ഇപ്പോൾ അവരുടെ പ്രൊഫഷണൽ കോഴ്സിന്റെ ആദ്യ ഘട്ടമൊക്കെ പൂർത്തീകരിച്ച് ലെവലിലേക്ക് എത്തി ഭയങ്കര ഉന്നതമായ തലത്തിലേക്ക് എത്തുകയാണ്. 5-6 വർഷം ഇതേപോലെ വിജയം നേടിയ ഒരു കുട്ടിയാണ് വിളിക്കുന്നത് IAS റാങ്ക് ഹോൾഡർ. മലയാള കവിതയാണ് ഭദ്രാക്ഷരി ചൊല്ലിയതെങ്കിൽ മലയാളത്തിലാണ് IAS ഒരു പ്രധാനപ്പെട്ട സബ്ജക്ട് നന്ദി എടുത്തിരുന്നത്. അപ്പൊ ഇവിടുന്ന് 5-6 വർഷം മുമ്പ് പോകുന്ന ആളുകൾ ഇതേപോലെ എത്തുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിവിധ മേഖലകളിലേക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടവരാണ്. 1600ഓളം വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങി. ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥ് മുഖ്യാതിഥിയായിരുന്നു. നിങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച മേഖലയിൽ ഉന്നത വിജയം നേടിയവരാണ്. എല്ലാത്തിനും A+ വാങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ആണോ? എനിക്ക് തോന്നുന്നു ഇത്ര പ്രയാസമാണ്. പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിൽ +2 നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാവർക്കും ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യമല്ല. എന്നാൽ അങ്ങനെ നേടി ഇവിടെ വന്നിട്ടുള്ള കുട്ടികളിൽ ആദ്യം അവർക്ക് വലിയൊരു അഭിനന്ദനം എൻ്റെ കയ്യിൽ നിന്ന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരെ കണ്ട് നിങ്ങളുടെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക, കേരള സാങ്കേതിക സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ S ആയൂബ്, കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സജി കടുക്കാല, വെളിയം പഞ്ചായത്ത് പ്രസിഡന്റ് R പ്രശാന്ത്, മൈലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുജിനാഥ്, S രഞ്ജിത് കുമാർ, SS സുവിത, VK ജ്യോതി, ബിജു അബ്രഹാം, സിവിൽ സർവീസിൽ 47ാമത് റാങ്ക് നേടിയ നന്ദന, കൊട്ടാരക്കര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകൻ പ്രദീപ്, ജൂബിലി മന്ദിരം മാനേജർ ഫാദർ ബിനു, SSK ജില്ലാ കോർഡിനേറ്റർ GK ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികവ് 2025 എന്ന പേരിൽ അനുമോദനവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. SSLC, +2 മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ സഹകാരികളുടെ മക്കൾക്കാണ് അനുമോദനം ഒരുക്കിയത്. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചത്. മികവ് 2025 എന്ന പേരിലായിരുന്നു പരിപാടി. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സഹകാരികളുടെ മക്കൾക്ക് എല്ലാ വർഷവും നടത്തിവരുന്ന അവാർഡ് വിതരണത്തിന്റെ ഭാഗമായാണ് അനുമോദനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചത്. PS സുബാൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാണ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള പ്രോഗ്രാം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. അത് വളരെ അധികാരിയോടെയാണ് സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികളെ നമുക്ക് അഭിനന്ദിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, അതിന്റെ പ്രവർത്തനങ്ങൾ അറിയാവുന്നവരാണ് നമ്മുടെ അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S സൂരജ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. D വിശ്വസേനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികകുമാരി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി, V മുരളീധരൻ നായർ,
ടി കെ ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, ടി ആർ ജയകുമാർ, സിന്ധു ദിലീപ്, എ ജെ ജനീഷ്, അനന്തുകൃഷ്ണൻ, ബീന സോദരൻ, എസ് ഉഷാകുമാരി, വിജേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഭാഗ്യ നയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പരിപാടിയിൽ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യം. താലൂക്ക് സഭ ബഹിഷ്കരിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ. ശാസ്താംകോട്ടയിലാണ് സംഭവം. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് സഭ ബഹിഷ്കരിച്ച് ഓഫീസ് റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പടിഞ്ഞാറക്കല്ലട പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് താലൂക്ക് സഭ ബഹിഷ്കരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് സഭ ബഹിഷ്കരിച്ചത്. വെസ്റ്റുകല്ലട പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. നല്ല മഴ പെയ്ത് വെള്ളക്കെട്ടായിരിക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൂടി കഴിഞ്ഞില്ല എങ്കിൽ അവർ ഈ മലിനജലം കുടിക്കാൻ ബാധ്യസ്ഥരാകുകയും കോളറയടക്കം അവിടെ പടരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള പനികളും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ജനങ്ങൾ വലിയ ദുരിതത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ കൃത്യമായ അറിയിപ്പുകൾ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരടക്കം പങ്കെടുക്കുന്ന താലൂക്ക് സഭ പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് സമിതി ഉപരോധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഉപരോധ സമരത്തിലേക്ക് എങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തുടർന്ന് വലിയ ജനകീയ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തുടർന്ന് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധ സമരം നടത്തി. അംഗങ്ങളായ സുധീർ, എൽസുധ, സുനിതാദാസ്, ഷീലാകുമാരി, അംബികകുമാരി, ഓമനക്കുട്ടൻ, സിന്ധു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. ഇതോടെയാണ് താലൂക്ക് സഭയിലും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ദേശീയപാതയോരത്ത് മരം വീണ് ഗതാഗത തടസ്സം പതിവാകുന്നു. കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിനും ചീരങ്കാവിനും മധ്യേ തേക്കുമരം കടപുഴകി റോഡിലേക്ക് പതിച്ചു. കഴിഞ്ഞ ദിവസവും ഇവിടെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് എഴുകോണിനും ചീരങ്കാവിനും മധ്യയാണ് 2 ദിവസം മുമ്പ് യൂക്കാലിമരം റോഡിന് കുറുകെ മറിഞ്ഞു വീണത്. തൊട്ടു പിന്നാലെ ചൊവ്വാഴ്ച രാവിലെയും തേക്കുമരം റോഡിന് കുറുകെ കടപുഴകി. നിരന്തരം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. അധികാരികളുടെ ഇത്തരത്തിലുള്ള അശ്രദ്ധ വലിയ ദുരന്തത്തിലേക്ക് നയിക്കാമെന്ന് പ്രദേശവാസികളും പറയുന്നു. ചൊവ്വാഴ്ചയുണ്ടായ അപകടത്തിൽ തലനാഴിഴയ്ക്കാണ് ഇരുചക്ര വാഹന യാത്രികർ രക്ഷപ്പെട്ടത്. സമീപത്ത് KSEB ഓഫീസ് ഉള്ളതിനാൽ വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിച്ചു. അതിനാലാണ് ദുരന്തം ഒഴിവായത്. റെയിൽവേ സ്റ്റേഷൻ മുതൽ SBIക്ക് എതിർവശം വരെയുള്ള വളവ് വരെ അനേകം മരങ്ങൾ ജീവന് ഭീഷണിയായി നിലനിൽക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികൾ മൗനത്തിലാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഒടിഞ്ഞുകിടക്കുന്ന തേക്കുമരത്തിന്റെ ചില്ലകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തേക്കുമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞത്. ഗതാഗത തടസ്സവും ഇതുമൂലം ഉണ്ടാകുന്നു. പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് സമീപം തേക്കുമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞുകിടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തേക്കുമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണത്. ചില്ലകൾ ഒടിഞ്ഞുകിടക്കുന്നത് മൂലം തിരക്കുള്ള റോഡിൽ ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ചില്ലകൾ ഒടിഞ്ഞുകിടന്നിട്ടും അത് വെട്ടിമാറ്റാതെ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്നാണ് യാത്രക്കാരുടെ പരാതി. കാറ്റും മഴയും ഉള്ളതിനാൽ തന്നെ ഒടിഞ്ഞുകിടക്കുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വാഹനത്തിനു മുകളിലോ കാൽനട യാത്രക്കാരുടെ മുകളിലോ ഒടിഞ്ഞു വീഴാൻ സാധ്യത കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബഹുജന മാർച്ചും ധർണയും നടത്തി.
പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ചാണ് LDF പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. നടത്തുന്ന ധർണയിൽ ഒരു വൻപിച്ച വിജയമാക്കുവാൻ മുഴുവൻ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പന്മന പഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വികസന പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പണം മുഴുവൻ പഞ്ചായത്തിന്റെ വികസനത്തിനായി ചെലവഴിക്കുക, തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡുകൾ പുതുക്കിപ്പണിത് സഞ്ചാരയോഗ്യമാക്കുക, നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ആരംഭിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് ആശ്വാസം കാണുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും ആരംഭിച്ച ധർണ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. LDF പന്മന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലം കൊണ്ട് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇത് പ്രസിഡന്റ് അടിക്കടി മാറ്റുന്നത് മൂലം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ സ്തംഭനമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതാണ് പന്മന പഞ്ചായത്തിലെ ബഹുജനങ്ങൾ ഈ നാടാകെ പറയുന്നത്. ഇത് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണകൂടമാണ്. ഈ പഞ്ചായത്തിലെ പ്രാദേശിക ഭരണകൂടമാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി. ആ പഞ്ചായത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ശുദ്ധജലം എത്തിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുള്ളതാണ്. വൈദ്യുതി എത്തിക്കാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുള്ളതാണ്. ഈ പഞ്ചായത്തിലെ റോഡുകൾ, ഗ്രാമീണ ജനങ്ങൾ നടന്നു പോകുന്ന റോഡുകൾ മുഴുവൻ നന്നാക്കി സുഗമമായി ജനങ്ങളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഈ പഞ്ചായത്തിനാണ്. അതോടൊപ്പം ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് ഒട്ടനവധി സംരംഭങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയെല്ലാം പഞ്ചായത്തിൽ കൊണ്ടുവന്ന് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങി ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ തരത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നിരിക്കെ അതിനൊന്നും യാതൊരു ശ്രദ്ധയുമില്ല. എന്താണ് പന്മന പഞ്ചായത്തിലെ ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി? മുരളി അധ്യക്ഷത വഹിച്ചു. R. രവീന്ദ്രൻ, PK ഗോപാലകൃഷ്ണൻ, R. സുരേന്ദ്രൻപിള്ള, J. അനിൽ, KG വിശ്വംഭരൻ, L. വിജയൻ നായർ, MV പ്രസാദ്, ഷീന പ്രസാദ്, KA നിയാസ്, സന്തോഷ്, അഹമ്മദ് മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പോരുവഴിയിൽ മഴക്കെടുതി രൂക്ഷം. വീടിന് മുകളിലേക്ക് മരം വീണു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോരുവഴി സിനിമാ പറമ്പ് കാരുണ്യ നഗറിന് സമീപം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. പോരുവഴി സിനിമാ പറമ്പ് കാരുണ്യ നഗറിന് സമീപമാണ് വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായത്. മുബാറക് മൻസിലിൽ ഉമർ റാവുത്തറുടെ വീടിന് മുകളിലേക്കാണ് സമീപ പുരയിടത്തിലുണ്ടായിരുന്ന മരം കടപുഴകി വീണത്. ശക്തമായ മഴയെയും കാറ്റിനെയും തുടർന്നായിരുന്നു അപകടം. ഈ സമയം ഗൃഹനാഥനും മരുമകളും ചെറുമക്കളും വീട്ടിനകത്തുണ്ടായിരുന്നു. ശബ്ദം കേട്ടവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മരം വീണ് വീടിന്റെ മുകളിലത്തെ ഓട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. സംഭവത്തിൽ അധികൃതർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ് ചൊവ്വാഴ്ച രാമപുരം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടക്കും. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാനം ചൊവ്വാഴ്ച നടക്കും. പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും ഇതോടൊപ്പം നടത്തും. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യു. പ്രതിഭ MLA അധ്യക്ഷത വഹിക്കും. പൊതുവെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഉൽപ്പന്നങ്ങൾ, അത് പാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് പറ്റുണ്ടെങ്കിലും പല മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിൽക്കുന്ന പാലിന്റെ ഒരു അംശം പോലും വിൽക്കാൻ മറ്റ് എല്ലാവരും കൂടെ ചേർന്നാലും നടക്കാത്ത സാഹചര്യമാണ്. കാരണം അത്രത്തോളം ജനപ്രിയ ഉൽപ്പന്നങ്ങളായിട്ടാണ് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. യു. പ്രതിഭ MLA അധ്യക്ഷത വഹിക്കും. സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിക്കും. 2025-26 വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗരേഖ പ്രകാശനം മിൽമ ചെയർമാൻ KS മണി നടത്തും.
റിവോൾവിംഗ് ഫണ്ട് വിതരണം, പെൺകുട്ടികൾക്കുള്ള സമ്പാദ്യ തുക വിതരണം, സാന്ത്വന സ്പർശം ധനസഹായ വിതരണം, ക്ഷീരസുമംഗലി വിവാഹ ധനസഹായം, മരണാനന്തര ധനസഹായ വിതരണം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം തുടങ്ങിയവ ഇതോടൊപ്പം നടത്തും. അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പ്രധാനമായും മിൽമയിലെ 14 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, ഞാൻ ഉൾപ്പെടെ, അവരുടെയും സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടാകും. നല്ല പ്രസിഡന്റുമാരുണ്ടാകും. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനമായിട്ട് കൂടുതൽ പ്രസിഡന്റുമാരുണ്ടാകുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. മറ്റുള്ളിടത്തൊന്നും വരാതെ അറിയാവുന്ന ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ചായിരിക്കും. ഏകദേശം 650 പേരുടെ സാന്നിധ്യം താമരശ്ശേരി ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകും. ചെയർമാൻ മണി വിശ്വനാഥ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KR മോഹനൻ പിള്ള, വാസുദേവൻ ഉണ്ണി PG, ഡയറക്ടർ ബോർഡ് അംഗം ആയപ്പറമ്പ് രാമചന്ദ്രൻ, TK പ്രതുലചന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻസാരി CA തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഓച്ചിറക്കളിയോടനുബന്ധിച്ച് നടത്തുന്ന കാളച്ചന്തയ്ക്കും കന്നുകാലി കാർഷിക പ്രദർശനത്തിനും പടനിലത്ത് തുടക്കമായി. കാർഷിക ഉപകരണങ്ങൾ വിൽക്കാനും വാങ്ങാനുമായി കർഷകരെ കൊണ്ട് സജീവമാണ് പടനിലം. 19-ന് മേള സമാപിക്കും. കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് ഓണാട്ടുകരക്കാർ. അതുകൊണ്ട് തന്നെ കാർഷിക മേളയ്ക്കും ഏറെ ശ്രദ്ധ കിട്ടാറുണ്ട് ഓണാട്ടുകരയിൽ. ഓച്ചിറ പടനിലത്ത് ഓച്ചിറക്കളിക്ക് ശേഷമാണ് എല്ലാ വർഷവും കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും ഒരുക്കുന്നത്. നിരവധി കർഷകരാണ് തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനുമായി പടനിലത്തെത്തുന്നത്. ഏറെ ചരിത്രപരമായ പ്രാധാന്യവും ഇതിനുണ്ട്. കാർഷിക ഉപകരണങ്ങൾ തന്നെയാണ് മേളയുടെ പ്രധാന ആകർഷണം. എല്ലാ തവണയും പോലെ തന്നെ തുടക്കത്തിലെ വിപണി ഏറെ സജീവമാണ്. കൂന്താലി, മൺവെട്ടി, കോടാലി തുടങ്ങി നിരവധി കാർഷികോപകരണങ്ങൾ മേളയുടെ മുഖ്യ ആകർഷണമാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ ഈ സമയം പടനിലത്തെത്തുന്നത്. അനുയോജ്യമായ രീതിയിൽ തങ്ങൾക്ക് ഇണങ്ങി കന്നുകാലികളെ വാങ്ങാൻ കഴിയുന്ന സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഓച്ചിറ പടനിലത്തെ ഈ വിപണി ഏറെ ശ്രദ്ധേയമാണ്. പടനിലത്ത് 19 വരെ മേള തുടരും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത വിദ്യാലയം, ശുചിത്വ സമൃദ്ധ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഹരിത വിദ്യാലയം, ശുചിത്വ സമൃദ്ധ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം PTA പ്രസിഡന്റ് ബീന ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ തൊടിയൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മുടെ ശുചിത്വ സമൃദ്ധി വിദ്യാലയം ഉണ്ടായിരുന്നു. ആ ശുചിത്വ സമൃദ്ധി വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ നമ്മുടെ ആരാധ്യയായിട്ടുള്ള നമ്മുടെ AOയും മുൻപ് ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ടീച്ചറും ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസും കഴിഞ്ഞ പ്രാവശ്യത്തെ കോർഡിനേറ്ററും നമ്മുടെ PTA പ്രസിഡൻറ്റും നമ്മുടെ സീനിയർ അസിസ്റ്റൻറ്റും നമ്മുടെ രാജേന്ദ്രൻ സാറും അതുപോലെ തന്നെ ഇനി എനിക്ക് ശേഷം ഇവിടെ പ്രതികരിക്കുന്ന നിങ്ങളിൽ 2 പേരും നമ്മുടെ കൽഹാരയും പിന്നീട് ഇവിടെ നമ്മളിതിന് ചുമതല വഹിക്കുന്ന കോർഡിനേറ്റർമാരായിട്ടുള്ള ടീച്ചർമാരും ഒക്കെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ കുട്ടിപ്പട്ടാളം എന്ന് രാജേന്ദ്രൻ സാർ പറഞ്ഞെങ്കിലും നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വത്തിന് വേണ്ടി അണിനിരക്കുന്ന അംബാസിഡർമാരായി മാറ്റുകയാണ്. ആരായി മാറ്റുകയാണ്? അംബാസിഡർമാരായി. പക്ഷെ പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ കഴിയാത്തത് കൊണ്ട് ഒരാളിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ആളാണ് ശുചിത്വ അംബാസിഡറായിരിക്കുന്ന കൽഹാര ശിവ. ക്ലിയറല്ലേ? കൽഹാര ശിവ എല്ലാവർക്കും പരിചയമുണ്ടോ? ഇവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുമോ? ഒന്ന് എഴുന്നേറ്റ് നോക്കണം, കൈ വീശിക്ക് നോക്കണം. പരിചയമുണ്ടോ? ഓക്കെ ആണോ? ഒരു നല്ല കൈയടി കൊടുത്തേ കൽഹാര. പ്രസ്തുത പരിപാടിയിൽ ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത TK മുഖ്യാതിഥിയായി. സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കുട്ടികളോട് സംവദിച്ചു. തുടർന്ന് അധ്യാപകരായ ബിന്ദു, ആനന്ദ്, ജോത്സില, അഞ്ജു, സുധാമണി, റോജ മാർക്കോസ്, പ്രീതകുമാരി, ഗായത്രി, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട
നല്ല ക്ലാസ്സായിരുന്നു. സാറ് പറഞ്ഞ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം അശ്വത ക്ലബിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് നിൽക്കണം. ന്യൂസ് ബ്യൂറോ ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവാവ് പിടിയിൽ. പുനലൂർ കക്കോട് സ്വദേശി ഷംനാദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 0.95 ഗ്രാം MDMA പിടിച്ചെടുത്തു. കാറിൽ ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമം. തമിഴ്നാട് സ്വദേശികൾ പുനലൂരിൽ പിടിയിൽ. കാറിൽ എത്തിയ സംഘം 3000 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടുകയായിരുന്നു. ദേശീയപാതയോരത്ത് മരം വീണ് ഗതാഗത തടസ്സം പതിവ്. കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിനും ചീരങ്കാവിനും മധ്യേ തേക്കുമരം കടപുഴകി. താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ച സംഭവം. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് CPM BJP പ്രതിഷേധം. കർഷകന്റെ മരണത്തിന് ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.